മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ ഇപ്പോൾ നമ്മുടെ ആദിലയും നൂറയും ഇരുന്ന് സംസാരിക്കുകയാണ്. ഇവരുടെ സംസാരം കേട്ടിട്ട് ഇവർ പ്രേക്ഷകർക്ക് എന്തൊക്കെയോ ഇട്ട് കൊടുക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. അതായത് ആക്ട് ചെയ്യുന്നത് പോലെ. നൂറ ആദിലയോട് ചോദിക്കുന്നു, നമ്മൾ എന്തുകൊണ്ടാണ് ഇത്രയും ദിവസം ഇവിടെ നിൽക്കുന്നതെന്ന് നിനക്കറിയാമോ? അപ്പോൾ ആദില പറയുന്നു, ഇല്ല, എന്താ? നമ്മുടെ പോസിറ്റീവ് സൈഡ് തന്നെ. നമ്മൾ ഇവിടെ വരുന്നതിന് മുമ്പ് നമ്മുടെ പേടി എന്തായിരുന്നു? ഇവിടെ വരുന്നവരൊക്കെ വലിയ സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ്, നമുക്ക് ഇവരുമായിട്ട് ജെല്ലാവാൻ പറ്റുമോ, നമുക്ക് ഇവരോട് മിണ്ടാൻ പറ്റുമോ എന്നൊക്കെ ഒരു പേടിയായിരുന്നു, അല്ലെങ്കിൽ എങ്ങനെ മിണ്ടുമെന്നൊക്കെ ഒരു പേടിയായിരുന്നു. എന്നാൽ നമ്മളാണ് ഇവിടെ എല്ലാവരോടും നല്ലതുപോലെ സംസാരിക്കുന്നതും ഏറ്റവും കൂടുതലും മിങ്കിളായിട്ടുള്ളതും. ഒന്നുമില്ലെങ്കിലും നമ്മുടെ ക്യാരക്ടർ വെച്ച് പുറത്ത് എല്ലാവർക്കും നമ്മളെ ഇഷ്ടമാകും. ഇതൊക്കെ നമ്മുടെ നൂറ ആദിലോട് പറയുകയാണ്. എന്നിട്ട് നൂറ വീണ്ടും പറയുന്നത്, നമ്മളാണ് ഏറ്റവും കൂടുതൽ മിങ്കിളായത്. ഇവിടെ കുറച്ച് ആൾക്കാർക്കറിയാം, അതായത് അക്ബർ, ജിസേൽ, ആര്യൻ, അനീഷ്, നെവിൻ, ഇവർക്കൊക്കെ അറിയാം ഇവർ ടോപ്പ് 5 ഉണ്ടാകും, അല്ലെങ്കിൽ ഫൈനൽസിൽ ഉണ്ടാകും. കാരണം അവർക്കാണ് കൂടുതൽ സ്ക്രീൻ സ്പേസ്. ഒന്നും ചെയ്തില്ലെങ്കിലും അവർക്ക് കിട്ടേണ്ടത് കിട്ടും. അതൊക്കെ അവരുടെ ആക്ഷനിൽ നിന്നും മനസ്സിലാവുന്നുണ്ട്. ഒന്നുമില്ലെങ്കിലും ജിസേൽ ആ കാര്യം പറഞ്ഞിട്ടുമുണ്ട്. ജിസേല് എന്താണ് പറഞ്ഞതെന്ന് നൂറ പറയുന്നില്ല. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ദിവസം വഴക്കുണ്ടാക്കുന്ന സമയത്ത് ജിസേൽ പറഞ്ഞിരുന്നു, ഞാൻ 100 ദിവസം ഇവിടെ നിന്നിട്ടേ പോവുള്ളൂ എന്ന്. ചിലപ്പോൾ അതായിരിക്കും നൂറ ഉദ്ദേശിച്ചത്. ഞാനിപ്പോൾ എല്ലാം അങ്ങനെ കാണുന്നുള്ളൂ. നിൽക്കുന്നത് വരെ നിൽക്കുക, നമ്മുടെ ബെസ്റ്റ് കൊടുക്കുക. ഇവർ ഈ സംസാരിക്കുന്ന സമയത്ത് ആ ബെഡ്റൂമിൽ വേറെ ആരുമില്ല, ആദിലയും നൂറയും മാത്രമാണ്. എന്നിട്ട് ആദില നൂറയോട് ചോദിക്കുന്നത്, ഞാൻ ഇന്നലെ ആക്റ്റീവ് അല്ലായിരുന്നോ? ചിലപ്പോൾ ടാസ്കിൻ്റെ കാര്യമായിരിക്കും ചോദിച്ചത്, അല്ലെങ്കിൽ ഇന്നലത്തെ ദിവസം മുഴുവൻ ആക്റ്റീവ് അല്ലായിരുന്നോ എന്നായിരിക്കും. അപ്പോൾ നൂറ പറയുന്നത്, പിന്നല്ലാതെ ബേബി ആക്റ്റീവായിരുന്നു. ഇങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. ചിലപ്പോൾ നൂറയുടെ ഈ മോട്ടിവേഷൻ്റെ ഫലമായിട്ടായിരിക്കും കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പ്രോമോയിൽ കണ്ടതുപോലെ അനീഷുമായിട്ട് വഴക്കുണ്ടാക്കുന്നതും പാത്രം കഴുകില്ല എന്ന് പറയുന്നതുമൊക്കെ ആദില ആ വീട്ടിൽ ആക്റ്റീവാണെന്ന് കാണിക്കാൻ വേണ്ടിയാവാം ആദില ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. കാരണം ആദില ഇത്തവണ നോമിനേഷനിലുണ്ടല്ലോ. പിന്നെ ഇവർ സംസാരിക്കുന്നത് എനിക്ക് നാടകമായി തോന്നാൻ കാരണം, ഇവർ കഴിഞ്ഞ തവണയും ഷാനവാസ് നെവീൻ ഇഷ്യൂവിൽ ആദില കയറി ഇടപെട്ടിരുന്നല്ലോ. അപ്പോൾ ആദിലയ്ക്കോ ഒരു പേടിയുണ്ടായിരുന്നു, ആദിലയ്ക്ക് പുറത്ത് നെഗറ്റീവ് ഇമേജ് ആണോ എന്നൊക്കെ. ആ സമയത്തും പലതവണ ആദിലയും നൂറയും ഇതുപോലെ മാറിയിരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. നമ്മളെ ആർക്കു വേണേലും എന്തു വേണേലും പറയാം, നമുക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ, നമ്മളെ സ്നേഹിക്കാൻ ആരുമില്ല, നമുക്ക് പേരൻസിൻ്റെ സ്നേഹം കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരു കോൺവെർസേഷൻ പോകുന്ന സമയത്ത് നൂറ എന്തോ പറയാൻ വരുന്നു. എന്നിട്ട് പെട്ടെന്ന് നൂറ നിർത്തി കളഞ്ഞിട്ട്, അല്ലെങ്കിൽ ഞാനത് പിന്നെ പറയാമെന്ന് പറയുന്നു. അങ്ങനെ ഒരു കാര്യം മാത്രം പിന്നെ പറയാമെന്ന് പറഞ്ഞ് മാറ്റിവെക്കേണ്ട ആവശ്യമില്ല. കാരണം ആ സമയത്ത് അവിടെ വേറെ ആരുമില്ല, ആദിലയും നൂറയും മാത്രമുള്ളൂ. അവർക്ക് പേഴ്സണലായിട്ട് സംസാരിക്കാൻ പറ്റുന്ന സമയമാണ്. അപ്പോൾ ആദിലയുടെ എന്തോ നെഗറ്റീവ് പറയാൻ നൂറ വന്നപ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ വന്നതാവാം അത് രഹസ്യമായിട്ട് പറയാം. ക്യാമറയും മൈക്കും പോലും ഇല്ലാത്തപ്പോൾ രഹസ്യമായിട്ട് പറയാനായിരിക്കാം നൂറ അത് മാറ്റി വെച്ചത്. പ്രേക്ഷകർക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ ഇവർ പ്രേക്ഷകർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു സംസാരം നടത്തുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. പണ്ട് ഇവരോട് അനുമോള് വന്ന് സംസാരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ശൈത്യയോട് പോയി സംസാരിക്കുന്ന സമയത്ത് ഇവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, അനുമോള് പ്രേക്ഷകർക്ക് ഓരോ കണ്ടന്റുകൾ ഇട്ട് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ഇത്തരം കാര്യങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അവരും ഇങ്ങനെ ചിന്തിക്കും. ആ ഒരു തരത്തിലുള്ള ഗെയിമാണ് അനുമോള് കളിക്കുന്നത്, അനുമോൾക്കൊരു ലിസണറെ മാത്രം മതി എന്നൊക്കെ ആദില ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവർക്ക് തമ്മിൽ എന്തായാലും ഒരു ലിസണറെ അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമില്ല, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് സംസാരിച്ചാൽ മതിയല്ലോ. അനുമോളെ കുറ്റം പറഞ്ഞ ആദില ആ ഒരു ഗെയിം തന്നെ, അതായത് അനുമോളുടെ ആ ഒരു ഗെയിം തന്നെ ഇപ്പോൾ ഇവർ രണ്ടുപേരും കളിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ ആദില നോമിനേഷനിൽ വന്നതുകൊണ്ടാവാം, വോട്ട് കിട്ടുന്നതിന് വേണ്ടിയൊക്കെ ആവാം പ്രേക്ഷകർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളെ ഇട്ട് കൊടുക്കുന്നത്. ആസ് എ വ്യൂവർ അല്ലെങ്കിൽ ഓഡിയൻസ് ആയിട്ട് എനിക്ക് ഇവരുടെ ഇത്തരത്തിലുള്ള സംസാരം ഒരു നാടകമായിട്ടാണ് തോന്നിയത്. പലർക്കും പല അഭിപ്രായങ്ങളാവാട്ടോ. എന്തായാലും ഇത്തരത്തിലുള്ള സംസാരങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.